നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ന്യൂസ് 18നോട്. PV അൻവർ LDFന് ഒരു പ്രശ്നമേ അല്ല. അൻവറിനെതിരായ പ്രചാരണം നടത്തില്ല. കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ നിലമ്പൂരിലെ MLA ആയിരുന്ന അൻവർ ചെയ്ത പ്രവർത്തനങ്ങൾ ചർച്ചയാക്കുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തനം നിലമ്പൂരിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് എം സ്വരാജ് പറയുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയോട് വിയോജിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ മന്ത്രിക്ക് മന്ത്രിയുടേതായ ബോധ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു കുട്ടി മരിക്കുന്നു, നാട്ടിലെവിടെയും ഉണ്ടാവുന്ന ഒരു അപകടമാണ്. 2 മാസം മുൻപ് തൊട്ടപ്പുറത്തുണ്ടായതാണ്. ഇതുണ്ടായത് വെള്ളക്കട്ടയിലാണ്, അപ്പുറത്ത് പുത്തിരിപ്പാടത്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ആരും വഴി തടഞ്ഞിട്ടില്ല. അതൊരു കോൺഗ്രസ് സജീവ പ്രവർത്തകനായിട്ടും ആരും അതിൽ പ്രതിഷേധിക്കുകയോ ആ വീട് സന്ദർശിക്കുകയോ പോലും ചെയ്തില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അപ്പോൾ ഒരു മരണത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മന്ത്രി എന്ന നിലയിൽ വിവരമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തിരുത്തണ്ടല്ലോ, ഇപ്പൊ അത് മനസ്സിലായില്ലേ കാര്യങ്ങൾ? അല്ല, ധാരണയുണ്ടാവാം. അദ്ദേഹം അതിൽ അടിയുറച്ചു നിൽക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. വനമന്ത്രി തന്റെ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാകും വഴിക്കടവ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചതെന്നും ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിച്ചപ്പോൾ സ്വരാജ് പറഞ്ഞു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയാണ് ഞങ്ങൾ പ്രധാനമായും പ്രചരണം നടത്തുന്നത്. ഈ സർക്കാരിന്റെ പരിപാടികൾ വിലയിരുത്തരുത് എന്നല്ല, അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്താൻ ആർജവം പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ ഈ സർക്കാരിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വൻകിട വികസന പദ്ധതികളുടെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികളുടെയും ആ പദ്ധതി ഇതൊക്കെ തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം LDFൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. അതിനിടയാക്കിയ സാഹചര്യം എന്ത് എന്നുള്ളതും ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞങ്ങൾക്കത് പൂർണ്ണമായി ബോധ്യമായിട്ടുമില്ല എന്തിനാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രചരണത്തിനോ ഒന്നും പോയിട്ടില്ല. ഞങ്ങളൊരു പ്രശ്നമായിട്ടേ അത് കണക്കാക്കുന്നില്ല. LDF സർക്കാരിന്റെ കേരളത്തിലുള്ള പൊതുവായ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഉള്ള കാര്യമാണ്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. വഴിക്കടവിലെ